ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അര കപ്പ് ചോറ്, ഒരു 3 ഏലക്കായി, അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ശർക്കര പാൻ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാനിലേക്ക് ഒരു 5 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കര ഒന്ന് തിളച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതൊരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അപ്പം തന്നെ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാവിലേക്ക് ഒഴിച്ച സമയത്ത് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മിക്സാക്കിയതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം നെയ്യിൽ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പകുതി ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. നല്ല സോഫ്റ്റ് കലത്തപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.